ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കും. തമിഴ്നാട്ടിൽ നിന്നോ ബീഹാറിൽ നിന്നോ സ്ഥാനാർത്ഥി വേണമെന്നാണ് സഖ്യത്തിൽ ഉയർന്ന ആവശ്യം. രാഷ്ട്രീയക്കാരനല്ലാത്ത ആളെയും പരിഗണിക്കുന്നുണ്ട്. അതേസമയം എൻഡിഎ സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനായി കേന്ദ്ര സർക്കാർ പ്രതിപക്ഷത്തിന്റെ പിന്തുണ തേടി. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ രാജ്നാഥ് സിംഗ് ഫോണിൽ വിളിച്ച് സംസാരിച്ചു. PR സുനിൽ ചേരുന്നു. നമുക്കൊപ്പം PR സുനിൽ, തമിഴ്നാട്ടിൽ നിന്നോ ബീഹാറിൽ നിന്നോ വേണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് കേൾക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ? സുജയ, ഏതായാലും രാഷ്ട്രീയ മത്സരം നടക്കട്ടെ എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. വിജയസാധ്യത ഇല്ലെങ്കിൽ പോലും രാഷ്ട്രീയ മത്സരം നടക്കട്ടെ എന്ന നിലപാടിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയും ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയുമാണ്. സുജയ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ 5:30 മണിക്ക് യോഗം ചേർന്നിരുന്നു. ഇക്കാര്യത്തിൽ ചർച്ചകൾ നടന്നു. ഏതായാലും മത്സരിക്കണം എന്ന് തന്നെയാണ് എല്ലാ പാർട്ടികളും പ്രധാനമായും ഈ യോഗത്തിൽ ആവശ്യപ്പെട്ടത്. സുജയ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരാളെ നിർദ്ദേശിക്കാം, അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ നിന്ന് ഒരാളെ നിർദ്ദേശിക്കാം, അതല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് DMK-ക്കൊക്കെ തന്നെ ഇപ്പോൾ CP രാധാകൃഷ്ണന്റെ പേര് NDA സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം ചില മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന സംശയമൊക്കെ തന്നെ ഇന്ത്യ സഖ്യത്തിനകത്തുണ്ട്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാൾ വരട്ടെ എന്നൊരു അഭിപ്രായം കൂടി ഉയർന്നു വരുന്നുണ്ട്. നാളെ രാവിലെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നാളെ NDA സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ഇതിനകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി കൂടി നാളെ വരികയാണ്. അതുകൊണ്ട് 21-ാം തീയതിയാണ് പത്രിക നൽകാനുള്ള അവസാന തീയതി. അപ്പോൾ നാളെ തന്നെ രണ്ട് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും വ്യക്തത വരികയാണ്. ഇനിയൊരു തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും NDA സ്ഥാനാർത്ഥി തന്നെയായിരിക്കും വിജയിക്കുക. പക്ഷേ ബീഹാർ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ നടക്കുന്ന സാഹചര്യത്തിൽ വലിയൊരു രാഷ്ട്രീയ മത്സരം എന്ന പ്രതീതി ഈ ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുണ്ടാകും. PR സുനിലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് PR സുനിൽ.